ഇനി നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് കടക്കാം. സോ എക്സസൈസ് 1.3 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഫില്ലിംഗ് ഇൻ ദ സിംബൽസ് സബ്സെറ്റ് ഓർ നോട്ട് എ സബ്സെറ്റ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. തന്നിട്ടുള്ള ബ്ലാങ്ക് സ്പേസിൽ സബ്സെറ്റ് ആണോ നോട്ട് എ സബ്സെറ്റ് ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് 2 3 4, സെറ്റ് 1 2 3 4 5. ഇവിടെ നമുക്ക് നോക്കിയറിയാം 2 3 4 ഇതെല്ലാം ഇവിടെയും ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സബ്സെറ്റ് ആണ് എന്ന് പറയാം. അടുത്ത് സെറ്റ് എ ബി സി, സെറ്റ് ബി സി ഡി. എന്തില്ല? എ ഇവിടെയുണ്ട്, എ ഇവിടെയുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? നോട്ട് എ സബ്സെറ്റ് എന്ന് പറയാം. അടുത്തത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് +1 ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ ക്ലാസ്സിലെ, നിങ്ങളുടെ സ്കൂളിലെ +1 ഒരു കുട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റ്, സെറ്റ് എക്സ് സച്ച് ദാറ്റ് സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളുടെ കളക്ഷൻ ആണ്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികളല്ലേ? യെസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സബ്സെറ്റ് ഓഫ്. അടുത്ത് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. ഒരു പ്ലെയിനിലെ സർക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ സെറ്റ് ആണെങ്കിലോ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. അതേ പ്ലെയിനിലുള്ള സർക്കിൾ ആണ്, പക്ഷെ ഒറ്റ യൂണിറ്റേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയാലേ ഇതിൽ നമുക്ക് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ മാത്രം എടുത്താൽ മതിയോ? ഇല്ല. ഇതില് 2 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ വരാം, 3 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ വരാം. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 1 യൂണിറ്റ് ഉള്ള സർക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലുള്ള എല്ലാവരും ഇപ്പുറത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് സബ്സെറ്റ് ആകോ? ഇല്ല, സബ്സെറ്റ് ആകില്ല. അടുത്ത് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിൾ ആണ്. ഒരു പ്ലെയിനിലെ ട്രയാങ്കിളുകളുടെ കളക്ഷൻ ആണ്. അടുത്ത് എക്സ് ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ ദ പ്ലെയിൻ. എക്സ് എന്ന് പറയുന്ന റെക്റ്റാങ്കിളുകളുടെ കളക്ഷൻ ആണ്. എല്ലാ ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾ ആവോ? ഒരു ട്രയാങ്കിൾ പോലും റെക്റ്റാങ്കിൾ ആവൂല അല്ലേ? ട്രയാങ്കിളിന്റെ ഡെഫിനിഷൻ എന്താ? 3 സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ ആണ്. അതേസമയം റെക്റ്റാങ്കിളോ അത് 4 സൈഡഡ് ആണ്. സോ അതെന്തായാലും ഒന്നും ഇങ്ങോട്ടുണ്ടാവില്ല. ഒരാളെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആവില്ല. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇറ്റ്സ് നോട്ട് എ സബ്സെറ്റ്. അടുത്ത് എക്സ് ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. എക്സ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളുടെ കളക്ഷൻ ആണ്. വൈൽ സെക്കൻഡ് സെറ്റ് എന്താണ്? എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ. ഇവിടെ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് എല്ലാ ട്രയാങ്കിളുകളുടെയും കളക്ഷൻ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എല്ലാം ട്രയാങ്കിൾ ആവത്തില്ലേ? ആകും. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? സബ്സെറ്റ് ഓഫ്. അടുത്തത് എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ വരും? 2 4 6 8 10 എന്ന് പറഞ്ഞു പോകും അല്ലേ? അടുത്ത് ഇവിടെ പറയുന്നതോ എക്സ് ഈസ് എൻ ഇൻറ്റിജർ. എക്സ് എന്ന് പറയുന്ന എല്ലാ ഇൻറ്റിജേഴ്സിന്റെ കളക്ഷനുമാണ്. എല്ലാ ഇൻറ്റിജേഴ്സിന്റെ കളക്ഷന്റെ അകത്തും എന്ത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് വരത്തില്ലേ? വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? സബ്സെറ്റ് ഓഫ്. അടുത്തത് എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയുക. ആദ്യത്തത് സെറ്റ് എ ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. എ ബി എന്ന് പറയുന്നത് ബി സി എയുടെ സബ്സെറ്റുകൾ അല്ല, സബ്സെറ്റ് അല്ല. നോക്കിക്കേ, എ ഉണ്ട്, ബി ഉണ്ട്. ഇതിലുള്ള എല്ലാവരും ഇപ്പുറത്തില്ലേ? അപ്പൊ സബ്സെറ്റ് ആവണ്ടേ? യെസ്, ആകണം. സോ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഫാൾസ് ആണ്, സബ്സെറ്റ് ആണ് അല്ലേ? യെസ്. അടുത്തത് എ ഈ സബ്സെറ്റ് ഓഫ് എക്സ്. എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു വവ്വലാണ്. എയും ഇയും രണ്ടും വവ്വൽസ് അല്ലേ? അപ്പോൾ എയും എവിടെ ഉണ്ടാകും? രണ്ടാമത്തെ സെറ്റിലും ഉണ്ടാകും. അതുകൊണ്ട് ഇത് സബ്സെറ്റ് ആണ്. തന്നിരിക്കുന്നത് സബ്സെറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ട്രൂ. നമുക്കിവിടെ എന്ത് പറയാം? ട്രൂ ആണെന്ന് പറയാം. ഓക്കെ. അടുത്തത് സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 3 5. 1 2 3 ആരുണ്ട്? 2 ഉണ്ട്. ഇവിടെ 2 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവർ സബ്സെറ്റ് ആകോ? ആകില്ല. സോ ഇറ്റ് ഈസ് ഫാൾസ്. ഓക്കെ. ഇവിടെ സബ്സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സബ്സെറ്റ് ആകില്ല. സെറ്റ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. എ ബി സിയുടെ സബ്സെറ്റ് ആയിട്ട് സെറ്റ് എ വരോ? വരും. സോ ഇറ്റ് ഈസ് ട്രൂ. അടുത്തത് സെറ്റ് എ എലമെന്റ് ഓഫ് സെറ്റ് എ ബി സി.
എ എന്ന് പറയുന്നത് സെറ്റ് എ എന്ന് പറയുന്നത് എ ബി സിയിലെ എലമെന്റ് ആണ്. എ ബി സിയിൽ ഒരാളാണോ സെറ്റ് എ എന്ന് പറയുന്നത്? അല്ല. എ ബി സിയിൽ ഒരാൾ എ ആണ്, സെറ്റ് എ അല്ല. സോ നമുക്കിവിടെ എലമെന്റ് പറയാൻ കഴിയില്ല. ഇവിടെ സബ്സെറ്റ് ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ സബ്സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എലമെന്റ് എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ഉണ്ടോ, അതായത് ആ ഒരു സെറ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റിൻ്റെ അകത്ത് ഒരു സെറ്റായിട്ടാണ് കിടന്നെങ്കിൽ, പവർ സെറ്റ് ഒക്കെ പറഞ്ഞ പോലെ സെറ്റിൻ്റെ അകത്ത് ഒരു സെറ്റായിട്ടാണ് സെറ്റ് ചെയ്ത് ഇങ്ങനെയാണ് കിടന്നിരുന്നുവെങ്കിൽ, ഇങ്ങനെ കിടന്നിരുന്നുവെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇവിടെ സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് എ ബി സി എന്ന് പറയുന്നതിന്റെ ഒരു എലമെന്റ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താ കിടക്കുന്നത്? വെറും എ അല്ലേ കിടക്കുന്നത്? അതെ. അതുകൊണ്ട് തന്നെ നമുക്ക് എലമെന്റ് ആണെന്ന് പറയാൻ കഴിയോ? ഇല്ല. സോ ഇറ്റ് ഈസ് ഫോൾസ്. അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് എന്ന് പറയുന്നത് ആറിനെക്കാട്ടി ചെറിയൊരു ഈവൻ നാച്ചുറൽ നമ്പർ ആണ്. ഏതൊക്കെ വരാം ആറിനെക്കാട്ടി ചെറിയ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ? 2, 4. ഓക്കെ. അടുത്ത് സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. 36നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ 2. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള 2ഉം 4ഉം ആണ് അല്ലേ? 2ഉം 36നെ ഡിവൈഡ് ചെയ്യും, 4ഉം 36നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ആൾക്കാരെല്ലാം എവിടെയുമുണ്ട്? സെക്കൻഡ് സെറ്റിലുമുണ്ട്. സോ ഇറ്റ് ഈസ് ട്രൂ. സബ്സെറ്റ് ആണെന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അപ്പോൾ അടുത്തതിലേക്ക് കിടക്കാം. യെസ്, എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. നോക്കിക്കേ, എ ഈക്വൽ ടു സെറ്റ് 1, 2, സെറ്റ് 3, 4. അപ്പൊ എക്കകത്തുള്ള എലമെന്റ് ആരാ? 3ഉം 4ഉം ആണോ? അല്ല. 3 ആയാലും 4 ആയാലും നോട്ട് എൻ എലമെന്റ് ആണ്. 3ഉം എയിലെ എലമെന്റ് അല്ല, 4ഉം എയിലെ എലമെന്റ് അല്ല. പക്ഷെ ഏതാണ് എയിലെ എലമെന്റ്? സെറ്റ് 3, 4 എന്ന് പറയുന്നതാണ് എയിലെ എലമെന്റ്. ഓക്കെ. സെറ്റ് 3, 4 എന്ന് പറയുന്നതാണ് ഏതിലെ എലമെന്റ്? എയിലെ എലമെന്റ്. അല്ലാതെ 3ഓ 4ഓ അല്ല. ആ ഒരു ബോക്സ് ആയിട്ടാണ്. ഇവിടെ നോക്കിക്കേ, ആ ഒരു പെട്ടിയായിട്ടല്ല അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കുക, അല്ലാതെ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എടുക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ എയുടെ എലമെന്റ്സ് ആരൊക്കെയാണ്? 1 എന്ന് പറയുന്നത് എയുടെ എലമെന്റ് ആണ്. 2 എന്ന് പറയുന്നത് എയുടെ എലമെന്റ് ആണ്. സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ്. 5 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ്. അല്ലാതെ 3ഓ 4ഓ എയിലെ എലമെന്റ് അല്ല. ഓക്കെ. അത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളത് പറയുക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തേത് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. എപ്പോഴാ സബ്സെറ്റ് ആവുന്നത്? അതിലുള്ള എലമെന്റ്സ് എയിൽ എലമെന്റ് ആകണം അല്ലേ? സെറ്റ് 3, 4 എലമെന്റ്സ് ഏതൊക്കെയാ? 3ഉം 4ഉം. 3 എന്ന് പറയുന്ന എയിൽ എലമെന്റ് ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു എയിൽ എലമെന്റ് അല്ല. എയിൽ എലമെന്റ് ഏതാണ്? സെറ്റ് 3, 4 ആണ് എയിൽ എലമെന്റ്. അല്ലാതെ 3ഓ 4ഓ ആണോ? 3ഉം നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ആണ്, 4ഉം നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ആണ്. എയിൽ എലമെന്റ് ആവണമെങ്കിൽ സെപ്പറേറ്റ് വെളിയിൽ കിടക്കണമായിരുന്നു. ഓക്കെ. വെളിയിൽ ഇതിന്റെ അകത്ത് അല്ലാണ്ട് പുറത്ത് ഈ 1ഉം 2ഉം ഒക്കെ കിടക്കുന്നത് പോലെ 3ഉം 4ഉം കിടന്നിരുന്നുവെങ്കിൽ എലമെന്റ് ആയേനെ. ഓക്കെ. അപ്പൊ ഇവിടെ അങ്ങനെ കിടക്കാത്തത് കൊണ്ട് 3ഉം എയിൽ എലമെന്റ് അല്ല, 4ഉം എയിൽ എലമെന്റ് അല്ല. സോ നമുക്ക് ഇവിടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ കഴിയോ? നോ, ഇറ്റ് ഈസ് ഫോൾസ് അഥവാ ഇൻകറക്റ്റ്. ഓക്കെ. അടുത്ത് സെക്കൻഡ് വൺ, സെറ്റ് 3, 4 എലമെന്റ് ഓഫ് എ. സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയിൽ എലമെന്റ് ആണോ? യെസ്. ആ പെട്ടി അങ്ങനെയല്ലേ എക്കുള്ളിൽ കിടക്കുന്നത്. സോ അതുകൊണ്ട് സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയിൽ എലമെന്റ് ആണ്. ഇറ്റ് ഈസ് ട്രൂ, കറക്റ്റ്. ഓക്കെ. അടുത്തത് സെറ്റ് 3, 4. ഈ സെറ്റിനുള്ളിലുള്ള എലമെന്റ് ഏതാ? സെറ്റ് 3, 4 ആണ് അല്ലേ? ഈ സെറ്റ് 3, 4 എന്ന് പറയുന്ന എയിൽ എലമെന്റ് ആണോ? യെസ്. അതുകൊണ്ട് സെറ്റ് 3, 4 എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആണോ? നോക്കിക്കേ, സെറ്റ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരുന്ന ആളാരാ? എലമെന്റ് ഏതാ? ഇതാണ് എലമെന്റ് അല്ലേ? ആ എലമെന്റ് എയിലെയും എലമെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു സെറ്റിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരൊക്കെ എയിൽ എലമെന്റ് ആണ്. ഈ ഒരു സെറ്റിന്റെ ഉള്ളിൽ ആകെ എലമെന്റ് വരുന്നേ 3ഉം 4ഉം ആണോ? അല്ല. സെറ്റ് 3, 4 എന്ന് പറയുന്നതാണ് എലമെന്റ്. സോ അത് എയിലെയും എലമെന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് ട്രൂ.
ഓക്കെ, അതിൻ്റെ അകത്തുള്ള ഓരോരുത്തരായിട്ട് എടുത്ത് നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഇവിടെ ഇത് മൊത്തം ഒരു ബോക്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരു പെട്ടിയായിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പെട്ടി പൊളിച്ചാണോ നോക്കേണ്ട? അല്ല, അതങ്ങനെ കുഞ്ഞു പെട്ടി, ഒരു വലിയ പെട്ടിക്കുള്ളിൽ ഒരു കുഞ്ഞു പെട്ടിയായിട്ടിരിക്കണമെങ്കിൽ ആ ബോക്സ് അങ്ങനെ തന്നെ എടുത്ത് നോക്കുക, അല്ലാതെ അതിനെ പൊളിച്ച് കീറരുത്, നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആ ഒരു കുഞ്ഞു ബോക്സ് ആയിട്ടാണ് 3-4 ഒരു കുഞ്ഞു ബോക്സ് ആയിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആ ബോക്സ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയാൽ മതി, ബോക്സ് ആയിട്ട് എണ്ണിയാൽ മതി കേട്ടോ. യെസ്, അടുത്ത് 1 element of A. 1 എന്ന് പറയുന്ന എയുടെ എലമെന്റ് ആണോ? യെസ്, 1 എന്ന് പറയുന്നത് നോക്കിക്കേ, എയുടെ ഉള്ളിലല്ലേ കിടക്കുന്നേ? അതെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1 element of A എന്ന് പറയുന്നത് ട്രൂ ആണ്. അടുത്തത് 1 subset of A. 1 സബ്സെറ്റ് ആണോ? 1 എന്ന് പറയുന്ന ഒരു നമ്പർ ആണല്ലേ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. അപ്പൊ അതാവോ? ഇല്ല, ഇറ്റ്സ് ഫോൾസ്. ഓക്കെ, സെറ്റായിട്ട് വരണം. അടുത്ത് സെറ്റ് 1 to 5 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 1 to 5 ആരൊക്കെയാ ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. അതെല്ലാം എയുടെ എലമെന്റ്സ് അല്ലേ? അതെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ട്രൂ എന്ന് പറയാം. ഓക്കെ, അടുത്തത് സെറ്റ് 1 to 5 എലമെന്റ് ഓഫ് എ. സെറ്റ് 1 to 5 എയിലെ എലമെന്റ് ആണോ? അല്ല, എയുടെ എലമെന്റ് 1ഉം 2ഉം 5ഉം ആണ്, അല്ലാതെ സെറ്റ് ആയിട്ടല്ല. ഒരു ബോക്സ് ആയിട്ടാണോ അത് കിടക്കുന്ന ഏക്കകത്ത്? അല്ല, സെപ്പറേറ്റ് അല്ലേ കിടക്കുന്നത്. അപ്പം എലമെന്റ് ആണെന്ന് പറയണമെങ്കിൽ സെപ്പറേറ്റ് തന്നെ കിടക്കണം. സോ ഇറ്റ് ഈസ് ഫോൾസ്. അടുത്ത് സെറ്റ് 1 to 3 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 1 to 3 എയുടെ സബ്സെറ്റ് ആണോ? സെറ്റ് 1 to 3 ആരുണ്ട്? 3 ഉണ്ട്. 3 എയുടെ എലമെന്റ് ആണോ? അല്ല. സോ ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, അടുത്ത് നൾ സെറ്റ് 5 എലമെന്റ് ഓഫ് എ. എയിൽ എലമെന്റ് ആയിട്ടാണോ 5 കിടക്കുന്നത്? എക്കകത്ത് 5നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇറ്റ്സ് നോട്ട് എൻ എലമെന്റ്. സോ ഇറ്റ് ഈസ് ഫോൾസ്. അടുത്ത് 5 സബ്സെറ്റ് ഓഫ് എ. 5 എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആണോ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നൾ സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുന്ന എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ട്രൂ. അടുത്ത് സെറ്റ് 5. സെറ്റ് 5 എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റിന്റെ അകത്ത് ആരുണ്ട്? 5 ഉണ്ട്. 5 എയുടെ എലമെന്റ് ആണോ? 5 എയുടെ എലമെന്റ് അല്ല. സോ ഇതെന്ന് പറയുന്ന സബ്സെറ്റ് ആകോ? ഇല്ല. സോ ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സെറ്റിന്റെ അകത്ത് പിന്നെ ഒരു സെറ്റായിട്ട് കിടക്കാം, പക്ഷെ ആ സമയത്ത് നമ്മളത് അതിനൊരു എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ അല്ല നമ്മൾ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ബോക്സ് അല്ലെങ്കിൽ ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അതിന് സബ്സെറ്റ് ആയിട്ടൊന്നും പറയാൻ കഴിയില്ല, അതൊരു എലമെന്റ് ആണ്. അപ്പൊ എലമെന്റ് ആകണമെങ്കിൽ അത് അങ്ങനെ തന്നെ, എലമെന്റ് ആകണമെങ്കിൽ ആ പറഞ്ഞ സാധനം അങ്ങനെ തന്നെ ആ സെറ്റിനുള്ളിൽ ഉണ്ടെങ്കിൽ എലമെന്റ് ആണ്. ഓക്കെ, ഇനി സബ്സെറ്റ് ആവണമെങ്കിലോ ആ സബ്സെറ്റ് എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് വരുന്ന ആൾക്കാർ, സെറ്റിന്റെ അകത്ത് വരുന്ന ഓരോരുത്തരും അങ്ങനെ എലമെന്റ് ആയിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. തന്നിട്ടുള്ള സെറ്റുകളുടെ എല്ലാം സബ്സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ഫസ്റ്റത്തേത് എയുടെ സബ്സെറ്റ്. അപ്പൊ നമുക്ക് സബ്സെറ്റ് എല്ലാ സബ്സെറ്റും എഴുതുന്നില്ലേ? സോ പവർ സെറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, പവർ സെറ്റ്. അല്ലെ, ഇതിപ്പം പേരുകൾ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് കോമേറ്റ് എഴുതി പോവാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ സബ്സെറ്റുകളായിട്ട് ആരൊക്കെ വരാം? നൾ സെറ്റ് വരാം. നൾ സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. പിന്നെ വേറെ ഏതൊക്കെ വരാം? സെറ്റ് എ വരാം. ഒരാളല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ സബ്സെറ്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് 2 പേരെ കാണത്തുള്ളൂ. 2⁻1. അടുത്ത് ഇവിടെ 2 പേരുണ്ട്. അപ്പൊ 2⁻2 ആകുമ്പോൾ എത്ര പേരുണ്ടാകണം? 4. 4 സബ്സെറ്റുകൾ നമുക്ക് പറയാൻ കഴിയണം. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? നൾ സെറ്റ്, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് എ ബി. ഏതൊക്കെയാണ്? സെറ്റ് എ ബി, സെറ്റ് ബി, സെറ്റ് എ, നൾ സെറ്റ്. അടുത്ത് ഇവിടെ എത്ര പേരുണ്ട്? 3 ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സബ്സെറ്റുകൾ, മൊത്തം സബ്സെറ്റുകൾ എത്ര പേര് കാണും? 8 പേര് കാണും. 2⁻3. ഏതൊക്കെയായിരിക്കും? നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4. സെറ്റ് 4 ഇല്ലല്ലോ. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. അടുത്ത ഏത് വരും? സെറ്റ് 1 2, സെറ്റ് 2 3,
1 2 2 3 സെറ്റ് 1 3. അടുത്തിനി ആര് വരും? സെറ്റ് 1 2 3. മൊത്തം 8 പേര് വന്നോ നോക്കിക്കേ. 1 2 3 4 5 6 7 8. 8 പേര് വന്നിട്ടുണ്ട്. 8 പേര് തീർച്ചയായിട്ടും വരും. ഓക്കെ. അടുത്ത് നൾ സെറ്റിന്റെ സബ്സെറ്റ് ആരൊക്കെയാ? നൾ സെറ്റിന് ഒരേ ഒരു സബ്സെറ്റേ ഉള്ളൂ. ആരാണത്? നൾ സെറ്റ് തന്നെയാണ്. നോക്കിക്കേ, ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നൾ സെറ്റിൽ? 0 എലമെന്റ്സ്. സോ 2⁻0 എന്ന് പറയുന്നത് എത്രയാ? 1. ഒറ്റ എലമെന്റ്, ഒറ്റ സബ്സെറ്റ് അല്ലേ വന്നോളൂ? യെസ്. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവെൽസ്. തന്നിട്ടുള്ളത് ഇന്റർവെൽ ആയിട്ട് എഴുതുക. നമുക്കറിയാം ഇന്റർവെൽ ആയിട്ട് എഴുതാൻ ഈക്വൽ ടു കൂടെ വരുന്ന സ്ഥലത്ത് ക്ലോസ്ഡ് ഇന്റർവെല്ലും മറ്റേതില് ഓപ്പൺ ഇന്റർവെല്ലും ആയിരിക്കും. നമുക്കിവിടെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും അല്ലേ? -4ഉം 6, -4 to 6 ആണ് വരേണ്ടത്. അതിൽ 6ന്റെ അവിടെ ഈക്വൽ വരുന്നതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവെൽ, -4ന്റെ അവിടെ ഈക്വൽ ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ഇന്റർവെൽ. അടുത്ത് ഇവിടെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാ? -12നും -10നും ഇടയ്ക്കാണ്. -12 ചെറുത്, -10 വലുത്. സോ അവരുടെ ഇടയ്ക്കാണ് വരേണ്ടത്. ഇനി രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? രണ്ടും ഉൾപ്പെടുത്തിയിട്ടില്ല. സോ രണ്ടിലും ഓപ്പൺ ഇന്റർവെൽ. അടുത്തത് 0 <= x <7. ഏതൊക്കെയാ എൻഡ് പോയിന്റുകൾ വരുന്നേ? 0യും 7ഉം. രണ്ടിൽ ഏതാ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 0 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ക്ലോസ്ഡ്, 7ന്റെ അവിടെ ഓപ്പൺ. അടുത്ത് 3 <= x <= 4. ഇവിടെ ഏതൊക്കെയാ വരുന്നത് എൻഡ് പോയിന്റ്? 3യും 4ഉം. ഏതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 3യും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 4ഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. സോ അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പൺ 4, ഓപ്പൺ -4, ക്ലോസ്ഡ് 6, ഓപ്പൺ -12, ഓപ്പൺ -10, ക്ലോസ്ഡ് 0, ഓപ്പൺ 7, ക്ലോസ്ഡ് 3, ക്ലോസ്ഡ് 4. സോ ഇത് ക്ലോസ്ഡ് ഇന്റർവെല്, ഇത് ഓപ്പൺ ഇന്റർവെല്, ഇത് രണ്ടും സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ. അടുത്തത് റൈറ്റ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുക. നേരത്തെ നമ്മൾ എഴുതിയതിന്റെ നേരെ ഉൾട്ട. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ. എക്സ് എപ്പോഴും എന്തിൽ എലമെന്റ് ആയിരിക്കണം? ആറിൽ എലമെന്റ് ആയിരിക്കണം. ഓക്കെ. എക്സ് ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാ വരേണ്ടേ? -3നും 0യ്ക്കും ഇടയ്ക്കാണ് വരേണ്ടത്. ഇനി ഇതിൽ ഏതിൻ്റെയെങ്കിലും അവിടെ ഈക്വൽ ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, രണ്ടും ഓപ്പൺ ഇന്റർവെൽ ആണ്. സോ കൊടുക്കണ്ട. ഓക്കെ. അടുത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ. ഓക്കെ. ഇവിടുത്തെ എൻഡ് പോയിന്റ് ആരൊക്കെയാ? 6ഉം 12ഉം ആണ്. ഇതിന്റെ ഇടയ്ക്കാണ് എക്സ് വരുന്നത് അല്ലേ? രണ്ടിന്റെ ഇടയ്ക്ക് രണ്ടും ക്ലോസ്ഡ് ആണ്. സോ രണ്ടിന്റെ അവിടെ <= ആണ് വരേണ്ടത്. അടുത്തത് 6 to 12. ഇവിടെയും നമ്മളുടെ സെയിം മോഡൽ തന്നെ. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആറ്. എൻഡ് പോയിന്റുകൾ ഏതൊക്കെയാണ്? 6ഉം 12ഉം ആണ്. ഇതിന്റെ ഇടയ്ക്കാണ് ആര് വരേണ്ടത്? എക്സ് വരേണ്ടത്. ഇതിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം? 6ന്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. സോ നമുക്ക് 6ന്റെ അവിടെ ഈക്വൽ ടു വരത്തില്ല. 12ന്റെ അവിടെ ആണെങ്കിലോ ഈക്വൽ ടു വരും. ഓക്കെ. അടുത്ത് -23 to 5. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ. ഓക്കെ. അടുത്ത ഇവിടെ ഏതൊക്കെ വരാം? -23യും 5ഉം ആണ് വരുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് എക്സ് വരുന്നത്. ഇതിൽ ഏതൊക്കെ ഉൾപ്പെടുത്തും? -23 ഉൾപ്പെടുത്തും. സോ അവിടെ <= വരിക. 5 ഉൾപ്പെടുത്തോ? ഇല്ല. സോ <only. ഓക്കെ. യെസ്, വെരി ഗുഡ്. അടുത്തത് വാട്ട് യൂണിവേഴ്സൽ സെറ്റ്സ് വുഡ് യു പ്രൊപ്പോസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ രണ്ടിനും, ആക്ച്വലി രണ്ടിനും കൂടെ ചേർത്ത് നമുക്കൊന്ന് തന്നെ പറയാൻ കഴിയും. ഇതിൽ രണ്ടിനും ഏത് യൂണിവേഴ്സൽ സെറ്റ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്? നോക്കിക്കേ. സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്, സെറ്റ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾസ്. രണ്ടിനും കൂടെ നമുക്ക് ഏത് പറയാൻ പറ്റും? സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് പറയാം. ഏത് പറയാം? സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് പറയാം. എന്തായിട്ട്? യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട്. അടുത്തത് given the sets A equals set 1 2 3, B equals 2 4 6 and C equals 0 2 4 6 8, which of the following may be considered as the universal set for all the three sets A B C. ഇവിടെ തന്നിട്ടുള്ള A B C ഇതിൽ മൂന്നിന്റെയും കൂടെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ സെറ്റ് ഇതിൽ പറയാൻ കഴിയും? നോക്കിക്കേ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പറയണമെങ്കിൽ ഇതിൽ മൂന്നിലുമുള്ള ആൾക്കാർ ആ സെറ്റിൽ വരണം.
അല്ലേ? എന്തിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പറഞ്ഞ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും കൂടെ ഇൻക്ലൂഡ് ആയ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം സബ്സെറ്റ് ആയിട്ട് വരണം അല്ലേ? അങ്ങനെ വരുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിനും സബ്സെറ്റ് അല്ല, ഇതെല്ലാം സബ്സെറ്റ് ആയിട്ട് വരണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ സെറ്റ് നോക്കാം. ഇതില് 1 3 5 ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. 1 3 5. ഓക്കെ, അടുത്ത് 2 4 6 ഉണ്ടോ? 2 4 6 ഉണ്ട്. അടുത്ത് 2 4 6 ഉണ്ട്, നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. 0യും 8ഉം ഉണ്ടോ? 0 ഉണ്ട്. 8 ഉണ്ടോ? ഇല്ല. സോ എല്ലാ എലമെന്റ്സും വരുന്നില്ല. അപ്പൊ നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്തത് നൾ സെറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നൾ സെറ്റിൽ ആരും ഇല്ല. ഈ എലമെന്റ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ കഴിയില്ല. സോ അടുത്തത് നോക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചേക്കാം. ഇനി നോക്കാം, അടുത്തത് നോക്കാം. ഇവിടെ നോക്കിക്കേ, സെറ്റ് 0 1 2 3 4 5 6 7 8 9 10 ഇതിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 3 5 1 3 5 2 4 6 2 4 6. അടുത്ത് ഇവിടെ നിന്നുള്ള 2 4 6 നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി 0യും 8ഉം 0യും ഉണ്ട്, 8ഉം ഉണ്ട്. ഇതിലുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാം. ഇതെന്തായിട്ട് എടുക്കാം? യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാം. സോ ഇത് നമുക്ക് എടുക്കാം. അടുത്ത് ഇത് എടുക്കാൻ പറ്റുമോ? ഇവിടെ എന്തില്ല നോക്കിക്കേ, ഇവിടെ 0 ഉണ്ട്. ഇവിടെ 0 ഉണ്ടോ? 0 ഉണ്ടോ ഇതിൽ എവിടെയെങ്കിലും? ഇല്ല. സോ ഇതും യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 0 to 10 വരുന്ന നമ്പറിന്റെ കളക്ഷൻ ആയിട്ട് വന്ന ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ നല്ല രീതിക്ക് പ്രിപ്പയർ ആയിട്ട് ഇതിന്റെ എക്സാമും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.